LDF-ൽ അതൃപ്തി പ്രകടമാക്കി INL. മുന്നണി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും മുന്നണിയിൽ പല പരാതികളും ഉന്നയിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ലെന്നും INL സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ. ഘടകകക്ഷി എന്ന പരിഗണന പലയിടങ്ങളിൽ ലഭിച്ചിരുന്നില്ലെന്നും വിമർശനമുയർന്നു. വീറുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഇപ്പോൾ LDF-ൽ അതൃപ്തി പ്രകടമാക്കി INL രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദവിവരങ്ങൾ? അമൽ, കൃത്യമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്, LDF-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ലീഗ് തന്നെ പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും CPIM മുന്നണി മര്യാദ പാലിച്ചില്ല, എല്ലാ മുന്നണി മര്യാദകളും CPM ലംഘിച്ചു എന്നാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞിരിക്കുന്നത്. INL അധ്യക്ഷൻ കൂടിയാണ് അഹമ്മദ് ദേവർകോവിൽ. ഇദ്ദേഹമാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായി തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ അത് നേതൃത്വത്തോട് വ്യക്തമാക്കിയിരുന്നു. പല ഘട്ടത്തിൽ ഇത്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ എവിടെയും പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിലൊരു നടപടി എടുക്കാനോ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് മുന്നണി എന്ന നിലയിൽ INL കൃത്യമായി തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരാവശ്യവും CPM മുഖവിലക്കെടുത്തില്ല, ഒരു പരിഗണനയും തന്നില്ല എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് അഹമ്മദ് ദേവർകോവിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഘടകകക്ഷി എന്ന പരിഗണന പലയിടങ്ങളിലും ലഭിച്ചില്ല എന്ന് പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ അത് ഏകീകരിക്കപ്പെട്ടു. ശബരിമലയിൽ ഈ സ്വർണ്ണ കവർച്ച അതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ വലിയ രീതിയിൽ ബാധിച്ചു എന്നുകൂടിയാണ് INL വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് CPM-ന്റെ പ്രധാന ഘടകകക്ഷിയായ INL തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും നേതൃത്വം അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, LDF-ൽ അതൃപ്തി അടക്കം തങ്ങൾ നേരത്തെ തന്നെ INL പരസ്യമാക്കി നേരിട്ട് ഈ നേതൃത്വത്തോട് കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ ഒരു നടപടി എടുക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മുന്നണിയിൽ പല പരാതികളും തങ്ങൾ നേതൃത്വത്തോട് LDF-നോട് CPM-നോടൊക്കെ തന്നെ ഉന്നയിച്ചിട്ടും അവരത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ മുഖവിലക്കെടുക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് INL-ന്റെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് ആണ് കോഴിക്കോട് നടന്നിരുന്നത്. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു INL നേതൃത്വം. മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന അഹമ്മദ് ദേവർകോവിൽ തന്നെയാണ് തങ്ങളുടെ INL-ന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മുന്നണി മര്യാദകൾ പാലിച്ചില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ പ്രതിഫലിച്ചു, ഒരു രീതിയിലും തങ്ങൾക്ക് ഒരു പരിഗണനയും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-നോട് LDF-നോട് നേതൃത്വത്തോട് കൃത്യമായ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നണിയായിട്ടുള്ള ഘടകകക്ഷിയായിട്ടുള്ള INL തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അമൽ, LDF-ൽ അതൃപ്തി പ്രകടമാക്കി INL രംഗത്തെത്തിയിരിക്കുന്നു. മുന്നണി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. വിവരം നൽകുകയായിരുന്നു അനഘ ഹർഷൻ.